രാജ്യസഭാ സീറ്റിൽ ധാരണയിലെത്താനായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം LDF യോഗം ചേരും. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. LDF യോഗത്തിന് മുന്നോടിയായി തിങ്കളാഴ്ച രാവിലെ പ്രത്യേക സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. MK വിനോദ് ചേരുന്നു. വിനോദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള CPMന്റെ വളരെ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് AKG സെന്ററിൽ തുടരുന്നത്. ഈ യോഗത്തിലുണ്ടായ തീരുമാനം എന്ന് പറയുന്നത് രാജ്യസഭാ സീറ്റിൽ എത്രയും പെട്ടെന്ന് ധാരണയിലെത്തുക എന്നുള്ളതാണ്. കാരണം ഒരു രാജ്യസഭാ സീറ്റ് 2 സീറ്റിൽ വിജയിക്കാൻ കഴിയും. അതിലൊരു സീറ്റിനെ ചൊല്ലി വലിയ തർക്കമാണ് നിലനിൽക്കുന്നത്. CPIയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഒക്കെ തന്നെ ഈ ഒരു സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്നു. അതുമാത്രമല്ല RJD, NCP തുടങ്ങിയ പാർട്ടികളും തങ്ങൾക്കും രാജ്യസഭാ സീറ്റ് വേണം എന്നുള്ള തർക്കം ഉയർത്തുന്നുണ്ട്. ഇത് പരിഹരിക്കാനായി തിങ്കളാഴ്ച LDFന്റെ യോഗം ചേരാൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരിക്കും LDF യോഗം ചേരുക. അതിനു മുന്നോടിയായി തിങ്കളാഴ്ച രാവിലെ വീണ്ടും CPMന്റെ സെക്രട്ടേറിയറ്റ് കൂടി അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്ത ശേഷമാവും ആ CPMന്റെ തീരുമാനം LDF യോഗത്തിൽ അറിയിക്കുക. സമവായത്തിലൂടെ മുമ്പിലേക്ക് പോകാനുള്ള പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്നുള്ള ഒരു സമീപനം തന്നെയാണ് CPM കൈക്കൊള്ളുന്നത്. കാരണം ഇത്തവണ ലോക്സഭയിൽ കനത്ത തിരിച്ചടിയാണ് പാർട്ടിക്ക് മുന്നണിക്ക് നേരിട്ടത്. അതുകൊണ്ട് ഇനിയും തല്ലിപ്പിരിയുക എന്ന് പറയുന്നത് അവർക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് LDFലെ ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആ ഇടതുമുന്നണിയിൽ ഒരു ധാരണയിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അടിയന്തരമായി തിങ്കളാഴ്ച ഇടതുമുന്നണി യോഗം വിളിച്ചത്. ആ യോഗത്തിൽ രാജ്യസഭാ സീറ്റിനെ പറ്റിയുള്ള ഒരു തീരുമാനമുണ്ടാകും. അതിൽ CPIയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും ഒരുപോലെ അവകാശപ്പെട്ട സീറ്റ് എന്നുള്ള നിലയിൽ ഈ പാർട്ടികൾക്ക് ഈ സീറ്റ് 6 വർഷത്തെ കാലാവധി വിഭജിച്ച് നൽകണോ, അല്ല എങ്കിൽ മറ്റ് എന്തെങ്കിലും ഫോർമുല മുന്നോട്ട് വെക്കണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ CPMന്റെ പ്രത്യേക സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. രോഹിണി, വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം LDF യോഗം ചേരുമ്പോൾ ഏതു വിധേനയും ഇതിനെ ഒരു സമവായത്തിൽ എത്തിക്കുക എന്നത് തന്നെ ആയിരിക്കും മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ടുന്ന ഒരു തീരുമാനവും. അതുകൊണ്ട് ഘടകകക്ഷികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി ഒരു സമവായത്തിലെത്താൻ തന്നെ ആയിരിക്കുമോ CPMും ശ്രമിക്കുക? തീർച്ചയായും ഇവരെ ആരും പ്രകോപിപ്പിക്കാൻ CPM ആഗ്രഹിക്കുന്നില്ല. കാരണം LDF കൺവീനറായിട്ടുള്ള EP ജയരാജനോട് ഇന്നലെ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ഈ രാജ്യസഭാ സീറ്റിന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കും, മുന്നണികളുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ്. CPMന് ഏകപക്ഷീയമായ ഒരു നിലപാടെടുക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയല്ല. കാരണം കനത്ത പരാജയം ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഘടകകക്ഷികളെ പ്രകോപിപ്പിക്കുന്നത് അത്ര ശരിയായ നടപടിയല്ല എന്ന് CPMന് കൃത്യമായി അറിയാം. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും CPIയെയും പിണക്കാതെ ഉള്ള ഒരു സമീപനമായിരിക്കും CPM സ്വീകരിക്കുക. ഇതിന് ഏത് തരത്തിലുള്ള ധാരണയിലേക്ക് പോകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ഈ രാജ്യസഭാ സീറ്റ് എങ്ങനെ ഇവരെ തൃപ്തിപ്പെടുത്താൻ പറ്റും, ആർക്ക് നൽകാൻ പറ്റും, എത്ര വർഷം വീതം വെച്ച് നൽകാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദവികൾ നൽകി അവരെ കൂടെ തന്നെ നിലനിർത്താൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിപദവി കിട്ടാതെ പോയ RJD എന്ന ഘടകകക്ഷിയും രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് അവരുടെ അതൃപ്തിയും പരമാവധി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം മുന്നണിയിലുണ്ടാകും. എന്തായാലും LDF ഇപ്പോൾ നേരിടുന്നത് വലിയ തലവേദനയാണ്. ഇത് പരിഹരിക്കാനുള്ള തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. ഈ ചർച്ചകൾക്ക് ഒരു സമവായം എത്താൻ വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്ന് തിങ്കളാഴ്ച LDF യോഗം ചേരുന്നത്. രോഹിണി.